ഞാൻ പറഞ്ഞില്ല, ഒറ്റ കിതാബിലും അത് സുന്നത്താണെന്നൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം രാത്രി 1 മണിയായിട്ടുണ്ട് സംസാരിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിപ്പോൾ ഉസ്താദിനോട് ചോദിക്കാം എന്ന്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അതെങ്ങനെയാണ്, ഇപ്പോൾ രാത്രി 1 മണിയായില്ലേ? അല്ല, അതിന് നിങ്ങൾ പേടിക്കേണ്ടതൊന്നുമില്ല, ഞങ്ങൾ ഉസ്താദിനോട് ഞങ്ങൾ പോയി വിളിക്കും, ഞങ്ങൾ ചിലവിന് കൊടുക്കുന്നല്ലേ, അപ്പോൾ എണീക്കണം, മറുപടി പറയും, നിങ്ങൾ ഞങ്ങളെ പിന്നാലെ വന്നാൽ മതി എന്നാണ്. സമസ്തക്കാർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും കിതാബിൽ തെളിവില്ല എന്നുള്ളത് ഉസ്താദ് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തെളിവില്ലാതെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു സംഗതി ഉസ്താദിനെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഒരുപാട് സമസ്തയിലെ മിക്കവാറും ആചാരങ്ങൾ വെറും നാട്ടുമാമൂലുകളെയും നാട്ടാചാരങ്ങളെയും ഇസ്ലാമിക ആചാരമായി കൊണ്ടെടുക്കുക. ഞാൻ മുജാഹിദായ ഒരു തുടക്ക കാലഘട്ടത്തിൽ ഞങ്ങളെ തരുവണയിൽ ഒരു പരിപാടി വെക്കുകയാണ്. ആ പരിപാടിയുടെ നോട്ടീസ് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ഒട്ടിച്ചു വരികയാണ്. അപ്പോൾ തരുവണക്ക് തൊട്ടപ്പുറത്ത് കാട്ടിച്ചിറക്കൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പള്ളിയും ദർസൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഞങ്ങളിങ്ങനെ നോട്ടീസ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം രാത്രി 10-11 മണിയായി കാണും. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് 2-3 ചെറുപ്പക്കാർ വരികയാണ്. അപ്പോൾ അവർ ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇത് മുജാഹിദിൻ്റെ പരിപാടിൻ്റെ നോട്ടീസാണ്. അപ്പോൾ അവർ ചോദിച്ചു, മുജാഹിദോ, അതെന്താ സാധനം? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എങ്ങനെ ജീവിച്ചോ അതുപോലെയാണ് നമ്മൾ ഇസ്ലാമികമായി ജീവിക്കേണ്ടത് എന്ന് പറയുന്ന വിഭാഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളോ തന്നെയല്ലേ പറയുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അവസാനം ഞാൻ പറഞ്ഞു, കുറേ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമസ്കാര ശേഷം നമ്മൾ ഉസ്താദ് ഉറക്ക ദുആ ചെയ്യുന്നു, നമ്മൾ ആമീൻ പറയുന്നു, ഇത് കിതാബുകളിൽ എവിടെയും സുന്നത്താന്നൊന്നും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ, അതൊക്കെ കിതാബിലുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഉസ്താദുമാർ ചെയ്യുന്നുണ്ടാകുക? ഞാൻ പറഞ്ഞില്ല, ഒറ്റ കിതാബിലും അത് സുന്നത്താണെന്നൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം രാത്രി 1 മണിയായിട്ടുണ്ട് സംസാരിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിപ്പോൾ ഉസ്താദിനോട് ചോദിക്കാം എന്ന്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അതെങ്ങനെയാണ്, ഇപ്പോൾ രാത്രി 1 മണിയായില്ലേ? അല്ല, അതിന് നിങ്ങൾ പേടിക്കേണ്ടതൊന്നുമില്ല, ഞങ്ങൾ ഉസ്താദിനോട് ഞങ്ങൾ പോയി വിളിക്കും, ഞങ്ങൾ ചിലവിന് കൊടുക്കുന്നല്ലേ, അപ്പോൾ എണീക്കണം, മറുപടി പറയും, നിങ്ങൾ ഞങ്ങളെ പിന്നാലെ വന്നാൽ മതി എന്നാണ്. ഓക്കെ, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാട്ടിച്ചിറക്കൽ എന്ന് പറയുന്ന വലിയൊരു പള്ളിയാണ്, പഴയ പള്ളിയാണ്. അതിൻ്റെ മുകളിലാണ് ഉസ്താദ് ഉറങ്ങുന്നത്. ഇയാൾ ആദ്യം പോയി ഉസ്താദിനെ വിളിച്ചു, എഴുന്നേൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ എണീച്ച് കട്ടിലിൽ ഇരുന്നിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ ചോദിച്ചു, ഇതിൽ എന്താ പ്രശ്നം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മുജാഹിദിൻ്റെ ഒരു പ്രോഗ്രാം നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന അത് ഒരു സുന്നത്തായ കാര്യമെന്ന് കിതാബിലൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല, അതെല്ലാം കിതാബിലുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഉസ്താദൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉസ്താദ് ഒരു കാര്യം ചെയ്താൽ മതി, അന്ന് അവിടെ ദർസ് നടക്കുന്ന സമയമാണ്, അലമാരയിൽ ധാരാളം കിതാബുകളുണ്ട്, ഇതിലേതെങ്കിലും ഒരു കിതാബിൽ നിന്ന് ഒരു വരി നിസ്കാര ശേഷം എന്ത് ചെയ്യണം എന്നൊക്കെ കിതാബിൽ പറയുന്നുണ്ടാവുമല്ലോ, ഒന്ന് കാണിച്ചെന്നാൽ മതി, ഇങ്ങനെ കൂട്ടപ്രാർത്ഥന സുന്നത്താണ് എന്ന്. അപ്പോൾ അതിൽ അദ്ദേഹം ഇങ്ങനെ ഞങ്ങളെ 3-4 ആൾക്കാരിങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ഇതിൽ ആരാ അറബി വായിച്ചാൽ മനസ്സിലാകുന്ന ആളല്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്താ കൂട്ടപ്രാർത്ഥനയ്ക്ക് എന്താ കുഴപ്പം, നമ്മളെ ഫാത്തിഹ കൂട്ടപ്രാർത്ഥന അല്ലേ? ഞാൻ ഉസ്താദെ, കൂട്ടപ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട തർക്കത്തിന് വന്നവരല്ല ഞങ്ങൾ, നമസ്കാര ശേഷം അതൊരു സുന്നത്തായ കാര്യമാണ് എന്ന് പറയുന്ന ഒരു വരി, അതൊന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു കിതാബ് ഒന്ന് കാണിച്ചെന്നാൽ ഞങ്ങളിപ്പോൾ തന്നെ 2 മിനിറ്റ് കൊണ്ട് പരിപാടി ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്താ ഫൈദ ഫറഗത്ത ഫൻസബ് എന്ന് ഖുറാനിലില്ലേ, കൂട്ടപ്രാർത്ഥനയ്ക്ക് എന്താ കുഴപ്പം? പിന്നെ അദ്ദേഹം, നമുക്കൊരു കാര്യം ചെയ്യാം, പിന്നെ നാളെ രാവിലെ ഒരു മഹലിൽ എല്ലാവരെയും വിളിച്ചു വരുത്തണം, എന്നിട്ട് ഒരു സംവാദം സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അവനൊന്നും ഉസ്താദ്, അതിനൊന്നും വന്നവരല്ലേ ഞങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു കിതാബിൽ ഒരു വരി കാണിച്ചെന്നാൽ മതി, ഇത് സുന്നത്തായ ഒരു കാര്യമാണ്, തീരും പ്രശ്നം. അതുപോരാ, നമ്മൾക്ക് കമ്മിറ്റിക്കാരെ വിളിക്കണം, മഹിലാരെ വിളിക്കണം. അങ്ങനെ ഇതിങ്ങനെ നീണ്ടുപോകുന്നുണ്ടപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ ആൾക്കാർ പറഞ്ഞു, ഇപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. താഴെ എത്തി, പള്ളീൻ്റെ താഴെ എത്തിയിട്ട് ഞങ്ങൾ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അപ്പോൾ അവർ പറഞ്ഞു, സംഗതി കിതാബിലുണ്ടെങ്കിൽ ഉസ്താദിന് ഇപ്പോൾ തന്നെ കാണിച്ചെന്നാൽ പ്രശ്നം തീരുമായിരുന്നു, പക്ഷെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാനൊന്നും പറ്റില്ല, നമ്മൾ വാപ്പവല്യാപ്പന്മാരും ഉപ്പമാരൊക്കെ ജീവിച്ചതുപോലെ അങ്ങ് ജീവിക്കൽ തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു. അതിൽ സന്തോഷകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയ ആ 2-3 ചെറുപ്പക്കാരിൽ ഒരാൾ പിൽക്കാലഘട്ടത്തിൽ അവിടെ KNM യൂണിറ്റൊക്കെ രൂപീകരിക്കുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു.